അവിടെ നടക്കുകയാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിൽ ചെന്നു. അങ്ങനെ നിരന്തരമായ പീഡനമാണ്. ഈ ഭർത്താവ് കുടിച്ചു വരുന്നു, ഇവളെ ഉപദ്രവിക്കുന്നു, നിരന്തരമായ പീഡനം. ഈ പീഡനം കുറച്ചു നാളത്തേക്ക് അവൾ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞില്ല. പക്ഷേ അവളൊരു കുഞ്ഞിനെ ജന്മം നൽകി, ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകി. വീണ്ടും പീഡനമാണ്. അപ്പോഴാണ് കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോൾ അവിടെ അറിഞ്ഞു തൻ്റെ ഭർത്താവ് ഒരു മാനസിക രോഗിയാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. വിവാഹം കഴിയുമ്പോൾ ഈ പയ്യൻ്റെ രോഗം മാറും എന്ന് പറഞ്ഞ വീട്ടുകാർ മറച്ചു വെച്ച ഒരു കല്യാണം നടത്തി. ഒരു പെണ്ണിൻ്റെ ജീവിതം ഇവിടെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ പല കേസസും ഉണ്ട്. അതുകൊണ്ട് വീട്ടിൽ എന്ത് വന്നാലും, അത് വിവാഹ ആലോചന ആയിക്കൊള്ളട്ടെ, വീട് പണി ആയിക്കൊള്ളട്ടെ, ജോലി സംബന്ധമായ ആവശ്യമായിക്കൊള്ളട്ടെ, എന്ത് വന്നാലും നമ്മൾ ഈശോയുമായി ഒന്ന് ആലോചിക്കണം. പള്ളിയിൽ ചെന്ന് ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈശോ ഇടപെടും. ഈശോ പറയും ഇത് നിനക്ക് വേണ്ട, അല്ലെങ്കിൽ ഈശോ പറയും ഇത് നിനക്ക് വേണം. അപ്പോൾ ഈശോയുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നവരായി നമുക്ക് മാറാം, ജീവിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.